ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഈ വർഷം +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികൾക്കായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നൽകുന്നത്. അപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം +1 ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പരാജയപ്പെടുന്ന സബ്ജക്റ്റ് അത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബേസിക്കൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും നന്നായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് പോലും സമ്പാദിക്കാൻ കഴിയുള്ളൂ +1 എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് +1 പാസ്സാവാൻ വേണ്ട കുറേ ടിപ്സുകൾ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ 3 സ്റ്റേജായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഫസ്റ്റ് വൺ, നമുക്ക് +1 ഇംഗ്ലീഷിന് പഠിക്കാനുള്ള എല്ലാ ലെസൺസിൻ്റെയും ഒരു അനലൈസിസ് ആണ്. സമ്മറി ആയിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഏതാനും പോയിന്റ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ഇംഗ്ലീഷിൽ വളരെ ബാക്കിൽ നിൽക്കുന്ന, വളരെ ഇംഗ്ലീഷിൽ ഭാഷാപരമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന രീതിയിലുള്ള ചെറിയ പോയിന്റ്സുകൾ ആയിട്ടുള്ള ലെസൺ സമ്മറിയാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ ലെസൺ എല്ലാവർക്കും അറിയാം, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈ ലെസൺ എഴുതിയിരിക്കുന്നത് ലയാം ഓഫ് ലഹർട്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ലെസന്റെ സമ്മറിയാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് റിവ്യൂസ് പഠിക്കാനുണ്ട് പോയംസിന്റെ. പിന്നെ അതും കഴിഞ്ഞ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ +1 ഇംഗ്ലീഷിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ, പ്രധാനപ്പെട്ട ചില ഡിസ്കോഴ്സുകൾ, ആ ഡിസ്കോഴ്സിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റുകൾ സഹിതം നമ്മളിവിടെ ആൻസർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യത്തെ ലെസൺ നോക്കാം, ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെസൺ എഴുതിയിരിക്കുന്ന ലയാം ഓഫ് ലഹർട്ടിയാണ്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീകൾ. ഒരു യങ് സീകളിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അവന് പറക്കാൻ വളരെ പേടിയായിരുന്നു, ഭയമായിരുന്നു. ഓക്കെ, ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് മെയ്ഡ് ഹിം ടു സ്റ്റേ there. പലപ്പോഴും അവൻ പറക്കാൻ ഒരുങ്ങിയെങ്കിലും അവൻ താമസിക്കുന്ന ചെങ്കുത്തായിട്ടുള്ള ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് പലപ്പോഴും പറക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ പോലും അവന്റെ ആത്മവിശ്വാസക്കുറവും മാത്രമല്ല ധൈര്യത്തിന്റെ കുറവും അവനെ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇറ്റ് വാസ് എ റിയൽ ക്രൈസിസ്. അവനെ സംബന്ധിച്ചിടത്തോളം ശരിക്കുമുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു അത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ക്രൈസിസ് എന്ന വാക്ക് വരുന്നുണ്ട്, അതിന്റെ അർത്ഥം പ്രതിസന്ധി എന്നാണ്. ഹിസ് ഫാമിലി എസ്പെഷ്യലി മദർ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അവന്റെ അമ്മ, പ്രത്യേകിച്ച് പിന്നെ അവന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവന്റെ അമ്മ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. പറക്കാനുള്ള ആത്മവിശ്വാസം അവന് പ്രദാനം ചെയ്തത് അവന്റെ അമ്മയാണ്. Every child needs courage and support in his life. പിന്നെ ഒരു കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ആ കുടുംബത്തിലെ ഓരോ കുഞ്ഞിനും ശരിയായ പിന്തുണയും അതുപോലെ ധൈര്യവും ആ കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് ഭാവി ജീവിതത്തിൽ വേണ്ട വിധം ശോഭിക്കാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു സപ്പോർട്ട് എവ്രി വൺ. ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണ്, കർത്തവ്യം ആണ്. ദിസ് ഈസ് എ ഗുഡ് ലെസൺ ടു ഓൾ പാരൻസ്. ഈ ഒരു ലെസൺ എല്ലാ രക്ഷകർത്താക്കൾക്കുമുള്ള ഒരു വലിയൊരു പാഠം തന്നെയാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ അവരൊക്കെ തന്നെ അവരെ മക്കളെ സംബന്ധിച്ച് അവർ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ആ ഫസ്റ്റ് ലെസന്റെ സമ്മറി. കണ്ടില്ലേ, നിങ്ങൾ ആ ഒരു വലിയ ലെസനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഏതാനും ചെറിയ പോയിന്റ്സ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിന് ഡീറ്റെയിൽഡ് സമ്മറി ഞാൻ വേറെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോർട്ട് സമ്മറി പഠിച്ചതിന് ശേഷം ഡീറ്റെയിൽഡ് സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്ക് റൈറ്റ് അപ്പുകളായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനൊക്കെ ആൻസർ ചെയ്യാൻ ഇത്തരം സമ്മറികൾ നമ്മെ ഒരുപാട് സഹായിക്കും. ഓക്കെ,
സോ നമുക്ക് സെക്കൻഡ് ലെസണിലേക്ക് പോവാം. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ലെസന്റെ വളരെ ബ്രീഫായ സമ്മറിയാണ്. വളരെ ബ്രീഫായിട്ടുള്ള നോട്ട്സുകളാണ്. സെക്കൻഡ് ലെസൺ എല്ലാവർക്കും അറിയാലോ, ഐ വിൽ ഫ്ലൈ. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ്. ഐ വിൽ ഫ്ലൈ ഈസ് എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഐ വിൽ ഫ്ലൈ എന്ന ലെസൺ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കോളൂ. കലാം ഇനോഗ്രേറ്റഡ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്നൊരു പ്രോഗ്രാം ഇവിടെ കലാം ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു സ്പീച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഐ വിൽ ഫ്ലൈ എന്ന ഒരു മോട്ടിവേഷണൽ ലെസണായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. തേർഡ് പോയിന്റ്, ശാസ്ത്രയാൻ മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു വേർഡ് കാണാൻ കഴിയും, പ്രോപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രചാരണം എന്നൊക്കെയാണ്. അപ്പം ശാസ്ത്രയാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പ്രചാരണം എന്നാണ്. അടുത്ത പോയിന്റ് നോക്കിക്കോളൂ. കലാം സെഡ് ദാറ്റ് ദ യൂത്ത് ഓഫ് ടുഡേ നീഡ് നോട്ട് ഫിയർ അബൌട്ട് ദെയർ ഫ്യൂച്ചർ. ഇവിടെ കലാം പറയുന്നത് എന്താണ്? ദ യൂത്ത് ഓഫ് ടുഡേ, ഇന്നത്തെ യുവസമൂഹം നീഡ് നോട്ട് ഫിയർ, അവർ ഭയക്കേണ്ട ആവശ്യമില്ല, അവർ പേടിക്കേണ്ട ആവശ്യമില്ല, അഥവാ അവർ ഉത്കണ്ഠകുലരാവേണ്ട ആവശ്യമില്ല. എബൌട്ട് ദെയർ ഫ്യൂച്ചർ, അവരെ ഭാവിയെ കുറിച്ച്. അവർക്ക് നല്ല ഭാവിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അടുത്ത പോയിന്റ്, എ ബോയ് ഫ്രം എ വില്ലേജ് എക്സ്പ്രസ്ഡ് ഹിസ് വിഷ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. സോ ഇവിടെ ഒരു ആൺകുട്ടി, ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടി അവൻ്റെ ആഗ്രഹമാണ് പ്രകടിപ്പിക്കാനുള്ളത്. എന്താ അവൻ്റെ ആഗ്രഹം? അവന് ഒരു മറൈൻ എഞ്ചിനീയർ ആയിത്തീരണം ആണ് അവൻ്റെ ആഗ്രഹം. സോ എ ബോയ് ഫ്രം എ വില്ലേജ് എക്സ്പ്രസ്ഡ് ഹിസ് വിഷ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഇപ്പോൾ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുട്ടി ഇവിടെ അവൻ്റെ ആഗ്രഹം മറൈൻ എഞ്ചിനീയറായി തീരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കലാം വാല്യൂഡ് ഹിസ് ക്വസ്റ്റ്യൻ ആൻഡ് റിസൈറ്റഡ് ദ പോയം ഐ വിൽ ഫ്ലൈ. കലാം അവൻ്റെ ആ ചോദ്യത്തിന് കലാം വളരെയധികം മൂല്യം കൽപ്പിക്കുകയാണ്. മാത്രമല്ല കലാം അവിടെ ഒരു പോയം, അവനക്ക് ആവശ്യമായ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പോയം ഉദ്ധരിക്കുകയാണ്. റിസൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ധരിക്കുക എന്നാണ് കേട്ടോ. ഐ വിൽ ഫ്ലൈ. എവ്രി വൺ ഹാസ് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എല്ലാവർക്കും ആശയങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളൊക്കെയുണ്ട്. കലാം അഡ്വൈസ്ഡ് ദ ബോയ് ടു ബി യുണീക്ക്. കലാം ആ ആൺകുട്ടിയോട് പറയുന്നത്, അദ്ദേഹം ആ ആൺകുട്ടിയെ പ്രത്യേകിച്ച് ആവാൻ വേണ്ടി പറയുന്നത് എന്താണ്? അവൻ യുണീക്കായിരിക്കണം. അവൻ്റെ കാര്യങ്ങളിൽ അവൻ അസാധാരണത്വം അവൻ പ്രകടിപ്പിക്കണം. മറ്റുള്ളവരെ പോലെ, മറ്റുള്ളവർ ചെയ്യുന്ന വർക്കിനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ആവുകയല്ല അവൻ ആവേണ്ടത്. യു ഷുഡ് ഫൈൻഡ് ദ യുണീക്ക് യു. അങ്ങനെ കലാം നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളിലെ ആ ഒരു അസാധാരണത്വത്തെ. നിങ്ങളിലുമുണ്ട് ആ അസാധാരണത്വം. സ്റ്റുഡൻസ് മസ്റ്റ് വർക്ക് ഹാർഡ് അൺടിൽ ദേ റീച്ച് ദ ഗോൾ. എല്ലാ വിദ്യാർത്ഥിക്കും ഒരു ഗോള്, ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അവരെന്ത് ചെയ്യണം? അവർ കഠിനമായിട്ട് വർക്ക് ചെയ്യണം, ലക്ഷ്യത്തിലെത്തുന്നത് വരെയും. അൻറ്റിൽ എന്ന് പറഞ്ഞാൽ വരെയെന്ന അർത്ഥം. അപ്പം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയും അവർ കഠിനമായി വർക്ക് ചെയ്യണം എന്നാണ് കലാം പറയുന്നത്. അപ്പം ഇതും നിങ്ങൾ പഠിക്കുന്ന ആ ലെസൻ്റെ സമ്മറി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. നമുക്ക് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ലെസൺ സമ്മറി വേറെ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഷോർട്ടായിട്ടുള്ള ഈ ഒരു പോയിന്റ്സുകൾ പഠിച്ചിട്ട് ഡീറ്റെയിൽഡ് സമ്മറി വരുമ്പോൾ പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലെസണിലേക്ക് വരികയാണ്. അടുത്ത ലെസണിൽ പഠിക്കാനുള്ളത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ഓക്കെ, ഈ ലെസണിൽ നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന മഹാനായ ഒരു ശാസ്ത്രകാരൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി തയ്യാറാക്കിയിരിക്കുന്നത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ആണ്. അപ്പോൾ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൻ്റെ ആ ഒരു ആർട്ടിക്കിളിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പഠിക്കാനുള്ളത്. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. സ്റ്റീഫൻ ഹോക്കിംഗ് സാധാരണക്കാരനായ ഒരു ഇംഗ്ലീഷ് ബോയ് ആയിരുന്നു, അഥവാ ഇംഗ്ലീഷുകാരനായ ഒരു ആൺകുട്ടിയായിരുന്നു. ഹി വാസ് സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ് അറ്റ് സ്കൂൾ. സ്കൂളിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുക, അങ്ങനെ അതിനുവേണ്ടി പഠിക്കുക. ആ പഠന കാര്യത്തിൽ അവൻ വളരെ സ്ലോ ആയിരുന്നു, വളരെ പതുക്കെയായിരുന്നു.
His father wanted him to attend Oxford University. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് തൻ്റെ മകൻ പഠിക്കണമെന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചു. He decided to study mathematics and physics from Oxford University. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്തമാറ്റിക്സും അതുപോലെ ഫിസിക്സും പഠിക്കാനായിട്ട് തീരുമാനിച്ചു. He liked classical music, took part in sports and was famous for his wit. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക്കുകൾ വളരെ ഇഷ്ടമായിരുന്നു. മാത്രമല്ല സ്പോർട്സിലും മറ്റുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിറ്റ് വളരെ ഫേമസ് ആണ്. പലപ്പോഴും മറ്റുള്ള ആളുകളുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ വിറ്റിയായ കാര്യങ്ങൾ പറയാനും അദ്ദേഹം തയ്യാറായിരുന്നു. He became popular and accepted by his friends. അദ്ദേഹം വളരെ പോപ്പുലറായി തീർന്നു. മാത്രമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ കാരണമായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. ആൻഡ് മീറ്റിംഗ് വിത്ത് ജെയിൻ വൈൽഡ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വഴിത്തിരിവായ സംഭവമായിരുന്നു അദ്ദേഹം ജെയിൻ വൈൽഡ് എന്ന സ്ത്രീയെ കണ്ടുമുട്ടിയ സംഭവം. ഓക്കെ, ഷീ സപ്പോർട്ടഡ് ഹിം ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ജെയിൻ വൈൽഡ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ഹി റോട്ട് എ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു കോമൺ പീപ്പിൾ. സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്ര പുസ്തകം അദ്ദേഹം എഴുതുകയുണ്ടായി. എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് സെൻഡ് ഹിം എ പ്രോഗ്രാം കോൾഡ് ഈക്വലൈസർ. അദ്ദേഹത്തിന് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഒരു പ്രോഗ്രാം അയച്ചു കൊടുത്തു. ആ പ്രോഗ്രാമാണ് ഈക്വലൈസർ എന്നറിയപ്പെടുന്ന പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിന് മറ്റുള്ളവരുമായി സംസാരിക്കാനോ എഴുതാനോ വായിക്കാനോ ഒന്നിനും കഴിയാത്തൊരു രോഗം അദ്ദേഹത്തെ പിടിപെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനായിട്ട് കുഴഞ്ഞു പോയ രോഗം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിന് ലൈഫിൽ കിട്ടിയ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യമാണ് നമ്മളെ മുമ്പിൽ ഇവിടെ ചുരുൾ നിവർത്തപ്പെടുന്നത്. ഹോക്കിംഗ് വാസ് ആൻ ഒപ്റ്റിമിസ്റ്റ്. ഹോക്കിങ് വളരെ വലിയൊരു ഒപ്റ്റിമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ വലിയൊരു ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു. നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ എന്നൊക്കെ എപ്പോഴും വിചാരിക്കുന്ന ആളായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ലെസനാണ്. സെക്കൻഡ് ബ്ലോക്കിലെ ലെസനാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം ഈസ് എ ലെസൺ ഫ്രം നെഹ്റൂസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നും എടുക്കപ്പെട്ട ഒരു പാഠഭാഗമാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഗാന്ധിജി സ്റ്റുഡ് ഫോർ ട്രൂത്ത്, ലവ് ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിജി നിലകൊണ്ടത് സത്യത്തിന് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും മാത്രമല്ല, ആക്രമരാഹിത്യം, നോൺ വയലൻസ്, പിന്നെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് അഹിംസ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് ഗാന്ധിജി നിലകൊണ്ടത്. ഹി വാസ് അഗെൻസ്റ്റ് ഓൾ സോഷ്യൽ ഈവിൾസ് ലൈക്ക് അൺടച്ചബിലിറ്റി ആൻഡ് ചൈൽഡ് മാരേജ്. ഹി വാസ് അഗെൻസ്റ്റ്, അദ്ദേഹം എതിരായിരുന്നു, ഓൾ സോഷ്യൽ ഈവിൾസ്, എല്ലാ സാമൂഹിക ദുരാചാരങ്ങൾക്കും, ലൈക്ക് അൺടച്ചബിലിറ്റി, പിന്നെ അയിത്തം പോലെയുള്ള, ആൻഡ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം പോലെയുള്ള ഇങ്ങനെയുള്ള സാമൂഹിക ദുരാചാരങ്ങൾക്കൊക്കെ തന്നെ ഗാന്ധിജി എതിരായിരുന്നു. ഹി ഹിംസെൽഫ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അഭയ. അദ്ദേഹം തന്നെ അഭയ എന്നറിയപ്പെടുന്ന നിർഭയം അഥവാ ഭയമില്ലാതിരിക്കുന്ന അവസ്ഥ, ഫിയർലെസ്നെസ്, അതിന് ഒരു മാതൃകയായി നിലകൊണ്ടു. ഹിസ് പേഴ്സണാലിറ്റി വാസ് ലൈക്ക് എ മാഗ്നറ്റ്. ഗാന്ധിജിയുടെ വ്യക്തിത്വം ഒരു കാന്തം പോലെയായിരുന്നു. എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നിർഭയവും അതിൻ്റെ കൂടെ സത്യവുമായിരുന്നു. ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞ നിർഭയമാണ്, ട്രൂത്ത് എന്ന് പറഞ്ഞ സത്യമാണ്. ഗാന്ധിജി വാസ് എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ശരിക്കും ഒരു നേതാവ് തന്നെ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ബ്ലോക്ക് തന്നെയുള്ള അടുത്തൊരു ലെസനാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. എന്താണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ
by P.K. മുഖോപാധ്യായ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്നതിന്റെ ചുരുക്കമാണ് P.K. മുഖോപാധ്യായ്. അദ്ദേഹം എഴുതിയ ഒരു സ്റ്റോറി ആയിരുന്നു, കഥയായിരുന്നു ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില. ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ ലിവിംഗ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരനായ വ്യക്തിയായിരുന്നു ഗുപ്ത. അപ്പോൾ ഈ കഥയിലെ നരേറ്റർ വരുന്നത് ആ ഒരു പേരിലാണ്. വൺ ഡേ ഹി മെറ്റ് മാഗി ഇൻ എ റെസ്റ്റോറന്റ് ഓർ ഹോട്ടൽ. അദ്ദേഹം ഒരു ദിവസം ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഹോട്ടൽ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം മാഗി എന്ന ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമായ പെൺകുട്ടിയെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. ഷീ വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ്. അവള് ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഷി വാസ് ഫ്രം എ പുവർ ഫാമിലി. അവൾ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഹെർ ബ്രദർ ഫ്രാങ്ക് ഇസ് എ സോൾജിയർ ഇൻ ഇന്ത്യ. അവളുടെ സഹോദരനായ ഫ്രാങ്ക് ആവട്ടെ ആ സമയത്ത് ഇന്ത്യയിൽ അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു. ഷീ ഹേർഡ് ദാറ്റ് ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അവള് മാഗി ഇന്ത്യയെക്കുറിച്ച് കേട്ടിരിക്കുന്നത് ഇന്ത്യ ടൈഗേഴ്സിന്റെ, കടുവകളുടെ നാടാണ് എന്നാണ്. മാത്രമല്ല പാമ്പുകളുടെയും നാടാണ് എന്നാണ്. കൂടാതെ ഫീവർ, പനിയുടെയും നാടാണ് എന്നൊക്കെയാണ് അവൾ ഇന്ത്യയെക്കുറിച്ച് കേട്ടിരിക്കുന്നത്. മാഗി റിക്വസ്റ്റഡ് ഗുപ്ത ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ റിംഗ് ദാറ്റ് ഫ്രാങ്ക് വാസ് ഓൾ റൈറ്റ്. ഫ്രാങ്ക് തനിക്ക് അയച്ചിരിക്കുന്ന ആ റിങ്ങിൽ നോക്കിയിട്ട് തൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഫ്രാങ്കിന്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി മാഗി ഗുപ്തയോട് ആവശ്യപ്പെടുകയാണ്. കാരണം മാഗി അറിഞ്ഞിരുന്നു ഇന്ത്യക്കാർക്ക് മഷിനോട്ടം പോലെയുള്ള ചില മാന്ത്രികമായ കഴിവുകളുണ്ട് എന്ന്. ഗുപ്ത റിസീവ്ഡ് എ ലെറ്റർ ദാറ്റ് മാഗീസ് മദർ വാസ് നോട്ട് വെൽ. മാഗിയുടെ അമ്മക്ക് സുഖമില്ല എന്നുള്ള വാർത്ത പിന്നീട് അല്പകാലം കഴിഞ്ഞ് ഗുപ്ത കിട്ടുകയാണ്. ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. മുമ്പേ ഉണ്ടായ ഒരു യുദ്ധത്തിൽ ഫ്രാങ്ക് കൊല്ലപ്പെട്ടിരുന്നു എന്ന കാര്യം കേട്ടപ്പോൾ ഗുപ്ത ശരിക്കും ഷോക്കായി. ഗുപ്ത വാസ് വെരി സാഡ്. അദ്ദേഹത്തിന് വളരെ ദുഃഖവുമായി. മാഗി ഗേവ് ഹിം എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ഓൺ എ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. അവസാനം ഗുപ്ത തൻ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് എന്ന് മാഗി അറിയിച്ചപ്പോൾ മാഗി ഏതാനും ഷില്ലിങ് അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? പഞ്ചാബിലുള്ള തന്റെ സഹോദരന്റെ ഗ്രേവ്, കുഴിമാടം, ആ കുഴിമാടത്തിന്റെ മുകളിൽ വർഷിക്കാൻ വേണ്ടി, ഏതാനും പൂക്കൾ വാങ്ങാൻ വേണ്ടി അവൾ ആ ഷില്ലിങ് കൊടുത്തു. ഹി അക്സെപ്റ്റഡ് ഇറ്റ്. അദ്ദേഹം അത് സ്വീകരിച്ചു. ഇറ്റ് ഗേവ് ഹെർ ജോയ് ബിയോണ്ട് ഓൾ പ്രൈസ്. എല്ലാ വിലക്കും ഉപരിയായിട്ട്, എല്ലാത്തിലുപരിയായിട്ട് അത് അവൾക്ക് വല്ലാത്ത ആനന്ദം പ്രദാനം ചെയ്തു. കാരണം താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ സഹോദരന്റെ കുഴിമാടത്തിൽ വർഷിക്കാനുള്ള പൂക്കൾ വാങ്ങുന്നുണ്ടല്ലോ എന്ന് അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇനി അടുത്ത ലെസനാണ് ദ ട്രിപ്പ് ഓഫ് ലേഹോർല. ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന ലെസൺ അറിയാലോ. ഗൈഡി മോപ്പസാന്റ് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്, ഒരു യാത്രാ വിവരണമാണ് ഇത്. ട്രാവലോഗ് എന്നൊക്കെ പറയട്ടോ, ട്രാവൽ എസ്സേ എന്നും പറയാം. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ദിസ് ഈസ് അബൌട്ട് എ ത്രില്ലിംഗ് ബലൂൺ ജേർണി ഫ്രം ബെൽജിയം ടു പാരീസ്. ബെൽജിയത്തിൽ നിന്നും പാരീസിലേക്കുള്ള ഒരു ത്രില്ലിംഗ് ആയ യാത്രയെക്കുറിച്ചുള്ളതായിരുന്നു ഇത്. There were 5 men in the balloon. ഈ ബലൂണിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 5 men ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ജോവിസ് വാസ് their leader. ക്യാപ്റ്റൻ ജോവിസ് ആയിരുന്നു അവരുടെ ലീഡർ, നായകൻ. പീപ്പിൾ വണ്ടേർഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ബലൂൺ. ജനങ്ങള് വൈകുന്നേരവും രാത്രിയൊക്കെ തന്നെ തങ്ങളുടെ പറമ്പിന്റെയും വീടിന്റെയും ഒക്കെ തന്നെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭീമാകാരമായ ബലൂണ് കണ്ട കാഴ്ചയിൽ തന്നെ അവരാകെ വണ്ടേർഡ്, അതിശയിച്ചു പോയി. ആനിമൽസ് മെയ്ഡ് നോയ്സ് ആഫ്റ്റർ സീയിങ് ദ ബലൂൺ. ബലൂണ് കണ്ടിട്ട് ആനിമൽസ് വരെ ശബ്ദമുണ്ടാക്കി. ഓക്കെ. ബാരോമീറ്റർ ഷോവ്ഡ് 2350 meters ഹൈറ്റ്. ഇപ്പോൾ ബലൂൺ പറന്നുകൊണ്ടിരിക്കുന്നത് 2350 മീറ്റർ ഉയരത്തിലാണ് എന്നുള്ളത് ബാരോമീറ്റർ കാണിച്ചു. ദേ എൻജോയ്ഡ് ദ വ്യൂ ഓഫ് പാരീസ് സിറ്റി.
പാരീസ് സിറ്റിയുടെ പൂർണ്ണമായ ഒരു ചിത്രം മുകളിൽ നിന്നുകൊണ്ട് അവർ ആസ്വദിച്ചു. ആൻഡ് ദേ വർ അലോൺ ഇൻ സ്പേസ് വിത്ത് ദ മൂൺ. ആ സമയത്ത് അവര് സ്പേസിൽ, ബഹിരാകാശം എന്നൊക്കെ പറയട്ടോ, അവര് ആ സ്പേസിൽ അവര് തനിച്ചായിരുന്നു വിത്ത് മൂൺ. അവരെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? മൂൺ മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ജേർണി. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നാന്തരം ഒരു യാത്രയായിരുന്നു. പാസഞ്ചേഴ്സ് താങ്ക്ഡ് ക്യാപ്റ്റൻ ജോവിസ് ഫോർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത്രയും അത്ഭുതകരമായ ഒരു അനുഭവം കാരണമായിട്ട് യാത്രക്കാരെല്ലാവരും ക്യാപ്റ്റൻ ജോവിസിനോട് താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ള ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഭാഗം നോക്കാം. നെക്സ്റ്റ് ഭാഗം വന്ന് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കന്താവു എന്നുള്ളതാണ്. നോക്കിക്കോളൂ എല്ലാവരും വരികള്. ഇറ്റ് ഈസ് അബൌട്ട് എ സ്ട്രേഞ്ചർ റിച്വൽ ഓൺ എ ഫിജിയൻ ഐലാൻഡ്. ഫിജിയൻ ദ്വീപിലുള്ള ഒരു വിചിത്രമായ ആചാരത്തെ പറ്റിയുള്ളതാണ് ഈ പറയുന്ന കഥ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം. ലോങ് അഗോ എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് കോൾഡ് ടിനൈഗോപോഗ ആൻഡ് ഹെർ ഡോട്ടർ റോദാലിസ് ലിവ്ഡ് ഇൻ എ ലവ്ലി വില്ലേജ് നെമുവാന. വളരെ കാലം മുമ്പ് ടിനൈഗോപോഗ എന്ന് പറയുന്ന വളരെ മനോഹരിയായ രാജകുമാരിയും അവരുടെ മകളായ റൗഡാലിസും നെമുവാന എന്ന മനോഹരമായ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. വൺ ഡേ ദേ വെന്റ് ഫോർ ഫിഷിംഗ്. അവർ സാധാരണ അവർ ഫിഷിങ്ങിന് പോവാറുണ്ട്. അതുപോലെ അവരൊരു ദിവസം ഫിഷിങ്ങിന് പോയി. സോ അവരടുത്തുള്ള ഗ്രാമമാണ് നെബുക്കലേവു. സോ ഫിഷർമാൻ ഓഫ് നെബുക്കലേവു സീസ്ഡ് ദ ടു വിമൻ. ഈ രണ്ട് സ്ത്രീകളെയും കടലിൽ വെച്ചുകൊണ്ട് അവരടുത്ത ഗ്രാമമായ നെബുക്കലേവു എന്ന ഗ്രാമത്തിലെ മുക്കുവന്മാര് പിടികൂടുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ദ ടു വിമൻ ക്രൈഡ് ഫോർ ഹെൽപ്പ്. സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ രണ്ട് സ്ത്രീകളും കരഞ്ഞു. അവര് ഉറക്കെ കരഞ്ഞു. സഡൻലി ദർ വാസ് എ ഹ്യൂജ് സ്റ്റോം. ഏറെ വൈകാതെ അതിശക്തമായ, ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു കൊടുങ്കാറ്റ് അവിടെ ഉണ്ടാവുകയാണ് പെട്ടെന്ന് തന്നെ. ആൻഡ് ദേ സോ ദാറ്റ് those two women were turned into giant turtles. ഓക്കെ, ഉടനെ ആ മുക്കുവന്മാര്, ആ നെബുക്കലേവു എന്ന ഗ്രാമത്തിൽ നിന്നുള്ള മുക്കുവന്മാര് കാണുകയാണ്. they saw, അവർ കണ്ടു, that എന്ന് എന്താ കണ്ടത്? those two women, ആ രണ്ട് സ്ത്രീകളും were turned, അവർ മാറുകയാണ് into giant, വളരെ വലിയ രാക്ഷസ രൂപത്തിലുള്ള ടേർട്ടിൽസ്, ആമകളായിട്ട് അവർ മാറുകയാണ്. The fishermen were afraid. ഇത് കണ്ടുകൊണ്ട് ആ മുക്കുവന്മാരാകെ പേടിച്ചു. They threw the turtles into the sea and ran for their lives. അവര് ഉടനെ ഈ രണ്ട് ആമകളെയും കടലിലേക്ക് വലിച്ചെറിയുകയും മാത്രമല്ല ജീവൻ കൊണ്ട് ഓടുകയും ചെയ്തു. Even today, the women from Nemuwana village dressed in mourning sing for their beloved ones. ഇന്ന് പോലും നെമുവാന എന്ന ഗ്രാമത്തിലെ സ്ത്രീകള് വിലാപ സൂചകമായി, മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപമാണ്, വിലാപ സൂചകമായി അവർ വസ്ത്രം ധരിക്കുകയും സിംഗ് ഫോർ ദെയർ ബിലവ്ഡ് വൺസ്, അവരുടെ ഏറ്റവും സ്നേഹനിധിയായ ഈ അമ്മക്കും മകൾക്കും വേണ്ടി, അഥവാ ടിനൈഗോപോഗക്കും അവരുടെ മകളായ റൗഡാലിസിനും വേണ്ടി അവർ പാടുകയും ചെയ്യുന്നുണ്ട്. The turtles come up the surface when Nemuwana villagers sing the song. നെമുവാന വില്ലേജിലെ സ്ത്രീകള് ഇങ്ങനെ പാട്ടുകൾ പാടുമ്പോ ഈ രണ്ട് ആമകളും സർഫേസിലേക്ക്, കടലിന്റെ മുകൾ ഭാഗത്തേക്ക്, മുകൾ പരപ്പിലേക്ക്, ഉപരിഭാഗത്തേക്ക് കയറി വരുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ള ഭാഗം. എല്ലാവരും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് വേണം നിങ്ങളിത് പഠിക്കാൻ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഈ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വലിയ ആക്സിഡന്റുകളെയും ഈ ഒരു ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തടയാനുള്ള ദുരന്ത നിവാരണ മാർഗങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, ആളുകളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് വരിക. ഓക്കെ, നമുക്ക് ലെസന്റെ പോയിന്റ് നോക്കാം. There are two types of disasters.
പൊതുവിൽ ഇത്തരം ദുരന്തങ്ങൾ രണ്ട് തരമാണ്. ദർ ആർ 2 types ഓഫ് ഡിസാസ്റ്റേഴ്സ്. രണ്ട് തരത്തിൽപ്പെട്ട ദുരന്തങ്ങളുണ്ട്. ദേ ആർ മാൻ-മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അവ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളുണ്ട്, കൂടാതെ പിന്നെ പ്രകൃതിയിലുണ്ടാകാവുന്ന സ്വാഭാവികമായ ദുരന്തങ്ങളുണ്ട്. ഡിസാസ്റ്റേഴ്സ് അഫക്റ്റ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇത്തരം ആപത്തുകള്, ഇത്തരം പിന്നെ പ്രകൃതി ദുരന്തങ്ങള് വികസിത രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും ഒരേപോലെയാണ് ബാധിക്കുക. ഓക്കെ, സം ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ സ്റ്റോംസ്, ഫ്ലഡ്സ്, വിൻഡ് സ്റ്റോം, എർത്ത് ക്വേക്സ് ആൻഡ് ഡ്രോട്ട്. ഇനി ഇങ്ങനെ സംഭവിക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങളിൽപ്പെട്ട ചിലത് എന്തൊക്കെയാണ്? സ്റ്റോംസ് കൊടുങ്കാറ്റാണ്, ഫ്ലഡ്സ് വെള്ളപ്പൊക്കം ആ പരിധിയിൽ വരുന്നുണ്ട്, വിൻഡ് സ്റ്റോം വരുന്നുണ്ട്. വിൻഡ് സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കൊടുങ്കാറ്റ് തന്നെയാണ്. പിന്നെ എർത്ത് ക്വേക്സ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം വരുന്നുണ്ട്, ഡ്രോട്ട് വരൾച്ച, ഇതൊക്കെ ആ ഒരു പരിധിയിൽ വരുന്നതാണ്. ഇന്ത്യ ഫേസ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഗുജറാത്ത് എർത്ത് ക്വേക്സ്, മുംബൈ ഫ്ലഡ്, ചെന്നൈ ഫ്ലഡ്, സുനാമി ആൻഡ് ഫ്ലഡ് ഇൻ കേരള. നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്ത് ഇത്തരം ദുരന്തങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവ ഏതൊക്കെയാണ്? ഗുജറാത്തിലുണ്ടായ ഭൂമി കുലുക്കമുണ്ട്, മുംബൈയിലുണ്ടായ വെള്ളപ്പൊക്കം, ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഈയിടെ അടുത്ത് കഴിഞ്ഞ 1-2 പതിറ്റാണ്ടായിട്ട് ഇന്ത്യയിൽ വീശിയ സുനാമി, കൂടാതെ കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം. ഇതൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ വരിക. സം ഓഫ് ദ മാൻ-മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, റയറ്റ്സ്, ന്യൂക്ലിയർ വെപ്പൺ അറ്റാക്സ്. ഇനി മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയിൽപ്പെട്ട ചിലതെന്താണ്? ഭോപ്പാൽ വാതക ദുരന്തമാണ് ഒന്ന്. മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ലഹളകള്, അത് കലഹങ്ങളൊക്കെ ഈ പരിധിയിൽ പെടും. ന്യൂക്ലിയർ വെപ്പൺ, ഈ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുക, ആണവ ബോംബ് സ്ഫോടനം, അതൊക്കെ നമ്മൾ ഹിരോഷിമ നാഗസാക്കി ഒക്കെ പറയില്ലേ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അറ്റാക്സ് മാത്രമല്ല ആക്രമണങ്ങൾ, ഇതൊക്കെ ഈ ഒരു പരിധിയിൽ പെടുന്നതാണ്. ഇന്ത്യ ഈസ് ഹൈലി prone to disasters because of geological formation and geographical location. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജിയോളജിക്കൽ ഭൂഗർഭശാസ്ത്രപരമായിട്ടുള്ള രൂപീകരണം, ഫോർമേഷൻ, അത് കാരണമായിട്ടും മാത്രമല്ല ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അത് കാരണമായിട്ടും ഇന്ത്യ കൂടുതലായിട്ടും ഇത്തരം ഡിസാസ്റ്ററുകൾ സംഭവിക്കാൻ സാധ്യത ഉള്ള പ്രദേശമാണ്. പ്രോൺ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ സാധ്യത എന്ന വാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഹാസ് ലോങ് കോസ്റ്റ് ലൈൻ. ഇന്ത്യക്ക് ദീർഘമായ സമുദ്ര തീരമുണ്ട്. സ്നോ ക്ലാഡ് പീക്സ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടികളുണ്ട്. റിവേഴ്സ്, പുഴകളുണ്ട്. മൗണ്ടെയിൻസ്, പർവ്വതങ്ങളുണ്ട്. ഓക്കെ, ഡെത്ത്, ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് ആർ ദ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇനി ഇങ്ങനെ സംഭവിക്കുന്ന ഡിസാസ്റ്ററുകളെ നോക്കുകയാണെങ്കിൽ മരണം, അതുപോലെ തന്നെ നാശം, പിന്നെ വലിയ നാശനഷ്ടങ്ങൾ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ്. ഡിസാസ്റ്റേഴ്സ് കോസ് ഡാമേജ് ടു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. നമ്മുടെ ജീവൽ പ്രധാനമായ സംവിധാനങ്ങൾക്ക് വരെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജലസേചന സമ്പ്രദായങ്ങള്, വൈദ്യുതി മുതലായ കമ്മ്യൂണിക്കേഷൻ സമ്പ്രദായങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തന്നെ ഇത്തരം ഡിസാസ്റ്ററുകൾ വലിയ നാശമാണ് വരുത്തി വെക്കുക. Then the next point, rehabilitation is an important part of disaster management. ഇത്തരം ദുരന്ത നിവാരണങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ പുനരധിവാസം. ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കുറെ ആൾക്കാരെ മറ്റു പല സ്ഥലങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചില്ലേ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെ അടുത്തതായിട്ട് the rescue teams will be well equipped with the latest technologies. ഇനി ഇതിനു വേണ്ടി സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ടീമുകൾ, അത്തരം ആളുകൾ, സന്നദ്ധ സംഘടനകൾ, പിന്നെ സോൾജേഴ്സ്, മിലിറ്ററി, പാരാമിലിറ്ററി ഫോഴ്സസ്, അവരൊക്കെ തന്നെ
വിൽ ബി വെൽ എക്യുപ്ഡ്, അവർ നന്നായി സജ്ജരാവണം, അവർ സുസജ്ജരാവണം. വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ ആ ഒരു എന്താ പറയുക, സാങ്കേതിക വിദ്യയുടെ യൂസേജ് അവർക്കറിയാം. അതോടുകൂടി അവർ ശരിക്കും എക്യുപ്ഡ് ആവണം, സുസജ്ജരാവണം അവർ. ഇത്രയുമാണ് നമുക്ക് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെസൺ നോക്കാം. ദ സരാങ് ഓഫ് റാണഗഞ്ചി എന്നുള്ളതാണ് അടുത്ത ലെസൺ. ഡോക്ടർ എ.ജെ. ക്രോണിൻ എഴുതിയ ഒരു ലെസണാണിത്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഡോക്ടർ എ.ജെ. ക്രോണിൻ. ഈ കഥ എഴുതിയിരിക്കുന്നത് ഡോക്ടർ എ.ജെ. ക്രോണിനാണ്. ഹസൻ ലുക്ക്ഡ് അഗ്ലി വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. ഹസൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതല്ലേ? ഈ കഥയിലെ മുഖ്യമായ കഥാപാത്രമാണ്, നാവികനാണ്. അപ്പൊ അദ്ദേഹത്തെ പലപ്പോഴും എന്താ പറയുക, ഒരു വൃത്തികെട്ട രൂപമായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത്. ലുക്ക്ഡ് അഗ്ലി വിത്ത് ഷോർട്ട് ലെഗ്സ്, കാരണം ആളിന്റെ കാല് നീളം കുറവാണ്. ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ്, വിരൂപമായിട്ടിരിക്കുന്ന ഹെഡ്, തലയുമാണ്. അപ്പൊ അദ്ദേഹത്തിന് തല ഏറെക്കുറെ വിരൂപം ആയിരിക്കുന്ന ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള തലയാണ്. മിസ് ജോപ്പ് സ്മിത്ത് ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ്, ഒരു മദാമയാണ്. മിസ് ജോപ്പ് സ്മിത്ത് റിഡിക്യൂൾഡ് ഹിം കോളിംഗ് കോമിക് ക്രീച്ചർ. പലപ്പോഴും തമാശ രൂപേണയുള്ള ജീവികളെ വിളിക്കുന്ന പേര് വിളിച്ചുകൊണ്ട് മിസ് ജോപ്പ് സ്മിത്ത് ഹസനെ റിഡിക്യൂൾ ചെയ്തു, പരിഹസിച്ചു. സം ഓഫ് ദ ക്രൂ ഗോട്ട് ഇൻഫെക്റ്റഡ് വിത്ത് സ്മോൾ പോക്സ്. പിന്നീട് ഈ കപ്പലിലെ ജീവനക്കാരിൽ ചില ആളുകൾക്ക് സ്മോൾ പോക്സ് എന്ന രോഗം പിടിപെട്ടു. It was the duty of A.J. Cronin, the doctor of the ship, to control the spreading of the disease. ഈ കപ്പലിലെ ഡോക്ടർ എന്ന് പറയാവുന്നത് ഡോക്ടർ എ.ജെ. ക്രോണിനായിരുന്നു. അദ്ദേഹത്തിന് ഡ്യൂട്ടി ആയിരുന്നു ഈ രോഗം സ്പ്രെഡ് ആവാതെ, വ്യാപിക്കാതെ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഹസൻ വോളണ്ടറിലി അഗ്രീഡ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻസ്. ഹസൻ എന്ത് ചെയ്തു? ഹസൻ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ, അത്തരം മനസ്സോടു കൂടി തന്നെ അയാൾ എന്ത് ചെയ്തു? ഇത്തരം രോഗികളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അയാൾ അഗ്രി ചെയ്യാണ്, സമ്മതിക്കുകയാണ്. ഹി സ്പോഞ്ച്ഡ് ദ പേഷ്യൻസ് വിത്ത് പെർമാംഗനേറ്റ് സൊല്യൂഷൻ. പെർമാംഗനേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സൊല്യൂഷനുമായിട്ട് അയാൾ ഈ രോഗികളെ ദേഹം സ്പോഞ്ച് കൊണ്ട് തുടച്ചു. ആൻഡ് ഈ ഗെയ്വ് മെഡിസിൻ ഇൻ ടൈം. സമയത്ത് അയാൾ ഈ പേഷ്യൻസിനൊക്കെ തന്നെ മെഡിസിൻ കൊടുക്കുകയും ചെയ്തു. ഹി സപ്പോർട്ടഡ് ദ ഡോക്ടർ ഇൻ മെനി വേയ്സ്. പല രീതിയിലും അയാൾ ഹസൻ എ.ജെ. ക്രോണിനെ സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു. ഹി ഈസ് എ സിമ്പിൾ ഓഫ് ലവ്. ശരിക്കും പറഞ്ഞാൽ ഹസൻ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. മാത്രമല്ല കെയർ, അയാൾ രോഗികളുടെ അടുത്ത് കാണിച്ച ആ ഒരു ശ്രദ്ധ കണ്ടാൽ മതി, അയാൾ കെയറിന്റെയും ഒരു പ്രതീകമായിട്ട് അയാളെ കാണാൻ കഴിയുള്ളൂ. അഫെക്ഷൻ, സ്നേഹം, സിൻസിയറിറ്റി, ആത്മാർത്ഥത, ഡിവോഷൻ, അർപ്പണ മനോഭാവം, ഡെഡിക്കേഷൻ, നിശ്ചയദാർഢ്യം ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സിമ്പലായിരുന്നു, പ്രതീകമായിരുന്നു ഹസൻ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ബ്ലോക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഗൂസ്ബെറീസ്. നമുക്കറിയാം, മഹാനായ റഷ്യൻ എഴുത്തുകാരൻ ആൻജൻ ചെക്കോവ് എഴുതിയിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഗൂസ്ബെറീസ്, അല്ലേ? ഓക്കെ, അതിന്റെ വരികൾ നോക്കിക്കോളൂ. ദ സ്റ്റോറി ഈസ് എ സറ്റയർ ഓൺ മാൻ സെർച്ച് ഫോർ ഹാപ്പിനെസ്. മനുഷ്യന്റെ സന്തോഷം തേടിയുള്ള ആ ഒരു അവസ്ഥ, അതിനെതിരായിട്ടുള്ള ഒരു സറ്റയറാണ്, ഒരു ആക്ഷേപഹാസ്യമാണ് ഈ കഥ. ടു ബ്രദേഴ്സ്, ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോളായ് ഇവാനിച്ച്, സീക്ക് ടു ബി ഹാപ്പി. രണ്ട് സഹോദരന്മാരുണ്ട്. അവർ രണ്ടാളും, ഒന്ന് ഇവാനാണ്, മറ്റു നിക്കോളായി ആണ്. രണ്ടുപേരും സന്തോഷം കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചിറങ്ങുന്നവരാണ്. ഇവാൻ ബിക്കംസ് വെറ്റിനറി ഡോക്ടർ. തന്റെ ജീവിതത്തിൽ ഇവാന് എന്തായി തീരാൻ കഴിഞ്ഞത്? ഒരു വെറ്റിനറി ഡോക്ടറായി തീരാനാണ് അയാൾക്ക് കഴിഞ്ഞത്. എന്നാൽ നിക്കോളായി വാണ്ടഡ് ടു ബൈ എ ഫാം ഹൗസ് വിത്ത് എ ഗാർഡൻ ഓഫ് ഗൂസ്ബെറീസ്. നിറയെ ഗൂസ്ബെറീസ് ഉള്ള വലിയ ഗാർഡൻ ഉള്ള ഒരു ഫാം ഹൗസ് വാങ്ങിച്ചിട്ട് അതിൽ ജീവിക്കാനാണ് നിക്കോളായി ആഗ്രഹിച്ചത്. ഹി അച്ചീവ്സ് ഹിസ് ഡ്രീം ബൈ സാക്രിഫൈസിങ് മെനി തിങ്സ് ലൈക്ക് ഹാപ്പിനെസ്,
ഹെൽത്ത്, ജോയ്സ്, ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് അതർ എന്റർടൈൻമെന്റ്സ്. ജീവിതത്തിലെ മറ്റു പല സന്തോഷങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യം, ആനന്ദം, ഭക്ഷണം, വസ്ത്രം, മറ്റു സുഖസൗകര്യങ്ങൾ, അതൊക്കെ സാക്രിഫൈസ്, ബലി കഴിച്ചുകൊണ്ടാണെങ്കിലും നിക്കോളായി ഇവാനിച്ച് തൻ്റെ സന്തോഷം കണ്ടെത്തുകയാണ്. തൻ്റെ ഡ്രീം, തൻ്റെ സ്വപ്നം അയാള് അച്ചീവ് ചെയ്യാണ്, നേടുകയാണ്. ഇൻ ദ എൻഡ്, അവസാനം നിക്കോളായി ഈസ് സോ ഹാപ്പി ഇൻ ഹിസ് ഓൺ ഫാം. സ്വന്തം ഫാമിൽ നിക്കോളായി വളരെ സന്തോഷവാനായി കഴിയുകയാണ്. വിത്ത് ഗൂസ്ബെറീസ്. അയാൾക്ക് എപ്പോഴും കഴിക്കാനായി നിറയെ ഗൂസ്ബെറീസ് ഉണ്ട്, നെല്ലിക്കയുണ്ട്. ഇവാൻ നെവർ ചെറിഷസ് എ ഡ്രീം ഇൻ ഹിസ് ലൈഫ്. എന്നാൽ ഇവാനാവട്ടെ തൻ്റെ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും അയാൾക്ക് ചെറിഷ് ചെയ്യാൻ, അയാൾക്ക് ആ സ്വപ്നങ്ങളെ പുഷ്പിക്കാൻ, ആ സ്വപ്നങ്ങളെ വിജയകരമായി നടപ്പിലാക്കാൻ അയാൾ കഴിഞ്ഞില്ല. ഹി ഈസ് അൺഹാപ്പി സീയിങ് നിക്കോളായി ഹാപ്പി. നിക്കോളായിയെ സന്തോഷവാനായി കാണുമ്പോൾ അയാൾക്ക് പലപ്പോഴും സന്തോഷമില്ലായിരുന്നു. ഹി ക്യാൻഡ് ഈവൻ ബെയർ ദ സൈറ്റ് ഓഫ് എ ഹാപ്പി ഫാമിലി. ഒരു സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബത്തെ കാണുന്നത് പോലും അയാൾ കഴിയില്ല. ബട്ട് നിക്കോളായി ഫുൾഫിൽസ് ഹിസ് ലൈഫ്സ് ഡ്രീം. പക്ഷെ നിക്കോളായി അയാളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അയാൾ ഫുൾഫിൽ ചെയ്തു, നിറവേറ്റി കഴിഞ്ഞു. ഓക്കെ, ഹി ഫോളോസ് ഹിസ് ഗോൾ വിത്തൗട്ട് എനി കോംപ്രമൈസസ്. യാതൊരു കോംപ്രമൈസുകളും, യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെയായിരുന്നു അയാൾ തൻ്റെ ലക്ഷ്യം ഫോളോ ചെയ്തത്. ആര്? നിക്കോളായി ലക്ഷ്യം ഫോളോ ചെയ്തത്. ഓക്കെ, ഇൻ ദ എൻഡ് ഇവാൻ ഫീൽസ് കൺഫ്യൂസ്ഡ് ആസ് വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്. അവസാനം ഇവാന് പോലും ആകെ ആശയക്കുഴപ്പത്തിലാകപ്പെടുകയാണ്. കാരണം എന്താണ് വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്, എന്താണ് യഥാർത്ഥമായ സന്തോഷം? വെദർ ടു ചേസ് അവർ ഡ്രീം, സാക്രിഫൈസിങ് മെനി തിങ്സ്, ഓർ ടു ലിവ് ലൈഫ് ആസ് ഇറ്റ് കംസ്. അത് പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി സ്വപ്നങ്ങളെ ചേസ് ചെയ്യുന്നതാണോ, ഫോളോ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സാക്രിഫൈസിങ് മെനി തിങ്സ്, ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളെയും ബലി കഴിക്കുന്നതാണോ, ഓർ അല്ലെങ്കിൽ ടു ലിവ് ലൈഫ് ആസ് ഇറ്റ് കംസ്, ജീവിതം നമ്മിലേക്ക് എങ്ങനെയാണോ വന്നത് അതുപോലെ ജീവിച്ചു തീർക്കുന്നതാണോ? എന്താണ് ഇവിടെ മീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ എല്ലാവരും ഗൂസ്ബെറീസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ലെസൺ എന്ന് പറയുന്നത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ലെസണാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മാക്സ് ബീർബോം എന്ന എഴുത്തുകാരനാണ്. ഇവിടെ പോയിന്റ്സ് ഒന്ന് നോക്കിക്കോളൂ. ദ റൈറ്റർ ഈസ് അഗെയിൻസ്റ്റ് വാക്കിംഗ് ഫോർ ദ സേക്ക് ഓഫ് വാക്കിംഗ്. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ, റൈറ്റർ, ഈസ് അഗെയിൻസ്റ്റ്, അദ്ദേഹം സമ്പൂർണമായും എതിരാണ് വാക്കിംഗ്, നടത്തത്തിന്. ഫോർ ദ സേക്ക് ഓഫ് വാക്കിംഗ്, നടത്തത്തിന് വേണ്ടി തന്നെയുള്ള നടത്തത്തിന് അദ്ദേഹം സമ്പൂർണമായും എതിരാണ് എന്നാണ് പറയേണ്ടത്. He even doesn't like a friend's request to accompany him for walking. For a walk, നടക്കാൻ വേണ്ടി തൻ്റെ കൂടെ വരണം എന്നുള്ള തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപേക്ഷ പോലും അദ്ദേഹം ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല. He even doesn't like a friend's request to accompany. Accompany എന്ന് പറഞ്ഞാൽ കൂടെ വരിക, കൂടെ പോവുക എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ്. ആൻഡ് വാക്കിംഗ് സ്റ്റോപ്സ് ബ്രെയിൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നടത്തം എല്ലായ്പ്പോഴും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നിർത്തുന്നു എന്ന് പറയേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് വിത്ത് എ ബോറിംഗ് കമ്പാനിയൻ ഇറ്റ് ഈസ് യൂസ്ലെസ്. നമ്മൾ ആരെ കൂടെ നടക്കുന്നുവോ അയാള് ഒരു വളരെ ബോറിംഗ് ആയ കമ്പാനിയൻ ആണെങ്കിൽ, അയാൾ വളരെ മുഷിച്ചിലുണ്ടാക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ ആ നടത്തം വളരെ നമുക്ക് പ്രയോജനരഹിതമാണ്, പ്രയോജനമില്ല ആ നടത്തം കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, നടത്തം എന്ന കാര്യം തന്നെ ബോറിംഗ് ആണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബൈ വാക്കിംഗ്, നടത്തത്തിലൂടെ വി വേസ്റ്റ് അവർ ടൈം ഫോർ ഗോസിപ്പ്. നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, വേസ്റ്റ് ചെയ്യാണ്. ഫോർ ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ട്, കേട്ടുകേൾവികളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട്. റീഡിങ് ഓൾ ഇൻസ്ക്രിപ്ഷൻസ്, കല്ലുകളിലും മറ്റു കൊത്തിവെച്ച ശിലാലിഖിതങ്ങൾ പോലെയുള്ള പലതും വായിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ്. നോട്ടീസസ്, അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് ഈവൻ മൈൽ സ്റ്റോൺസ്. ചിലപ്പോൾ നോട്ടീസുകൾ വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങൾ വായിച്ചുകൊണ്ട്, അതുമല്ലെങ്കിൽ ഈ നാഴികക്കല്ലുകൾ ഉണ്ടാവും, ഓരോ
1 2 കിലോമീറ്റർ പോകുമ്പോൾ അടയാളം വെച്ചിരിക്കുന്ന നാഴിക കുറ്റികൾ, മൈൽ സ്റ്റോണുകൾ, അതുപോലും വായിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് മാക്സ് ബീർബോമിന്റെ അഭിപ്രായം. ബ്രെയിൻ സ്റ്റോപ്സ് തിങ്കിങ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ബ്രെയിനിന് പ്രവർത്തനം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ബ്രെയിൻ ചിന്തിക്കുന്നതിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിസിക്കൽ ആക്ടിവിറ്റി. കേവലം ഒരു ഫിസിക്കൽ ശാരീരികമായ പ്രവർത്തനം മാത്രമാണ് ഇതിനർത്ഥം ഇവിടെ. വൺസ് പവർ ടു ഇൻസ്ട്രക്ട് ആൻഡ് ടു അമ്യൂസ് ഈസ് ലോസ്റ്റ്. ഒരാൾക്ക് സ്വയം നിർദ്ദേശങ്ങൾ നൽകാനും സ്വയം രസിക്കാനുമുള്ള അയാളുടെ ആ ശേഷി, അയാളുടെ കഴിവ്, ആ കഴിവ് ഇവിടെ നഷ്ടപ്പെടുകയാണ്. വൈൽ ഹി വാക്സ് ഫോർ ദ സേക്ക് ഓഫ് വാക്കിംഗ്. കാരണം അയാൾ നടക്കുന്നത് നടത്തത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റു ഗുണകരമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇതാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ലെസൺ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്കാണ് ദ സൈബർ സ്പേസ്. സൈബർ സ്പേസ് എന്ന ലെസൺ എഴുതിയിരിക്കുന്നത് എസ്തർ ഡൈസൺ എന്ന എഴുത്തുകാരിയാണ്. നോക്കാം. സൈബർ സ്പേസ് ഈസ് എ റിയൽ എസ്റ്റേറ്റ്, ഇന്റലക്ച്വൽ, ലീഗൽ, ആർട്ടിഫിഷ്യൽ എൻവിറോൺമെന്റ്. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ആണ്. ബുദ്ധിപരമായ, നിയമപരമായ മാത്രമല്ല പിന്നെ കൃത്രിമപരമായിട്ടുള്ള, മനുഷ്യനിർമ്മിതപരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണത് എന്നിവിടെ പറയുന്നുണ്ട്. There are difference like park land, shopping malls, red light zones. പലപ്പോഴും നമുക്ക് പാർക്ക് ലാൻഡുകളും ഷോപ്പിംഗ് മാളുകളും റെഡ് ലൈറ്റ് സോണുകളും ഒക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇവിടെ സൈബർ സ്പേസിന് ഡിഫറൻസുകൾ ഉണ്ടായേക്കാം. There are areas for information and entertainment. അവിടെ സൈബർ സ്പേസിനകത്ത് നമുക്ക് അറിവ് നേടാനും നമുക്ക് എന്റർടൈൻമെന്റിനും വേണ്ടിയുള്ള ഏരിയകളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഇറ്റ് ഈസ് ആൻ അൺലിമിറ്റഡ് വേൾഡ് ഓഫ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ്. ശരിക്കും വെർച്വൽ റിയൽ എസ്റ്റേറ്റിന്റെ എന്താ പറയുക, പരിധിയില്ലാത്തൊരു ലോകമാണ് അത്. ഇറ്റ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. മാത്രമല്ല ഒരു വോളണ്ടറി ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നമുക്ക് വേണമെന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ദർ ആർ 3 മെയിൻ ഏരിയാസ്. ഇനി സൈബർ സ്പേസിനകത്ത് 3 പ്രധാനപ്പെട്ട ഏരിയകളുണ്ട്. ഒന്നാമത്തെ ഏരിയയെ കുറിച്ച് പറയുന്നത് പ്രൈവറ്റ് ഇമെയിൽസ് ആൻഡ് ചാറ്റ്സ്. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട്, സ്വകാര്യമായി നിങ്ങൾക്ക് ഇമെയിലുകൾ സെൻഡ് ചെയ്യാനും ചാറ്റ് ചെയ്യാനുമുള്ള മേഖലയാണ് ഒന്നാമത് പറയേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻഫർമേഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ്. ഒരേ സമയം തന്നെ അറിവ് നൽകുന്നു, അതേസമയം തന്നെ നമുക്ക് വേണ്ട എന്റർടൈൻമെന്റും നൽകുന്നു. തേർഡ്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ സ്വഭാവ വൈചാദ്യങ്ങൾ, സ്വഭാവവിശേഷങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകൾ അടങ്ങിയിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ നമുക്ക് സൈബർ സ്പേസിനകത്ത് കാണാൻ കഴിയും. കമ്മ്യൂണിറ്റി എന്ന വാക്കിനർത്ഥം സമൂഹം, കൂട്ടം, സമുദായം എന്നൊക്കെയാണ് കേട്ടോ. ദേ മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോവിങ് ഇറ്റ്. പലപ്പോഴും സൈബർ സ്പേസിൽ വർക്ക് ചെയ്യുന്ന, അതിനെ അറിവ് നേടാനും മറ്റൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ അവർ നിയമങ്ങൾ, ചട്ടങ്ങൾ ഫോളോ ചെയ്യുന്നതിന് പകരം, അനുസരിക്കുന്നതിന് പകരം അവ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. It should be moderated to avoid unnecessary discussions and advertisement. നമുക്ക് വേണമെങ്കിൽ അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ പരസ്യങ്ങളൊക്കെ ഒഴിവാക്കാം എന്ന ഒരു കാര്യം അവിടെയുണ്ട്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പവർ സ്ട്രക്ചേഴ്സ്. ഇനി എല്ലാ അധികാര സീമകളിൽ നിന്നും സ്വതന്ത്രമാണ് സൈബർ സ്പേസ്. ദർ ഈസ് നോ ജോഗ്രഫിക്കൽ ഡിഫറൻസ്. പലപ്പോഴും സൈബർ സ്പേസിന് ഒരു ഭൗമശാസ്ത്രപരമായ അല്ലെങ്കിൽ ലിംഗപരമായ വ്യതിയാനങ്ങൾ കാണുവാൻ കഴിയില്ല. വി ഹാവ് ഫ്രീഡം ടു ലീവ് ഇറ്റ് ഓർ ടു ലവ് ഇറ്റ്. നമുക്ക് വേണമെങ്കിൽ അവയെ നമുക്ക് ഉൾക്കൊള്ളാം, സ്നേഹിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ വിട്ടുകളയാം. അതിനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ഇതാണ് എസ്തർ ഡൈസൺ ആ ഒരു ലേഖനത്തിൽ പറയുന്ന കാര്യം കേട്ടോ. വലിയ ലെസനാണെങ്കിലും സിമ്പിളായിട്ട് ആ പോയിന്റ് ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. ഇനി അടുത്ത് നോക്കിക്കോളൂ. ഈ സൊസൈറ്റി ഡെഡ് ആണ് അടുത്ത് പറയുന്ന ഭാഗം. ന്യൂ ജനറേഷൻ. ഈ ലേഖനം എഴുതിയ ആളെ കുറിച്ചൊന്ന് പറയാം. ആൻഡ്രൂ സള്ളിവനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നമുക്ക് ലേഖനത്തിലേക്ക് പോവാം. ന്യൂ ജനറേഷൻ ഗെറ്റ്സ് അഡിക്റ്റഡ് ടു ഐപോഡ്, സ്മാർട്ട് ഫോൺസ്, അതർ ടെക്നിക്കൽ ഡിവൈസസ്. നമ്മുടെ ആധുനിക തലമുറ, പുതിയ തലമുറ എന്നൊക്കെ പറയുന്ന ജനവിഭാഗം പലപ്പോഴും
പിന്നെ അടിമത്തവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഐപോഡുകളോട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളോട്, അതുമല്ലെങ്കിൽ മറ്റു സാങ്കേതികപരമായ ഉപകരണങ്ങളോട് നമ്മൾ അടിമയായി മാറിയിരിക്കുന്നു. ദീസ് അഡിക്റ്റ് ഹാവ് കോമൺ ട്രൈറ്റ്സ്. ഒരുപക്ഷെ ഇത്തരം അടിമത്തത്തിന് കോമൺ ആയിട്ടുള്ള പൊതുവായ സവിശേഷതകൾ ഉണ്ടാവാം. ദേ ഹാവ് വേക്കന്റ് ഐസ്. അവക്ക് വേക്കൻ്റായ ഒഴിഞ്ഞ കണ്ണുകളാണുള്ളത്. ദേ ആർ നോ സോഷ്യൽ ബീയിങ്സ്. ദേ ആർ പിന്നെ അവരൊന്നും ഇതിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു സാമൂഹ്യ ജീവി ആവണമെന്നില്ല. എഴുത്തുകാരൻ അങ്ങനെ പറയേണ്ടത് സാമൂഹ്യ ജീവിയാണെങ്കിൽ മനുഷ്യന് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, അല്ലേ? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും നമുക്ക് ഇത്തരം മീഡിയയിൽ സാധ്യമാവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ദേ ഡോണ്ട് ഹാവ് കണക്ഷൻ വിത്ത് ഔട്ടർ സൊസൈറ്റി. അവരുടെ സമൂഹമല്ലാത്തൊരു സമൂഹവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ദേ ബിക്കം ഐസൊലേറ്റഡ്. ആ ഒരു തലമുറ പലപ്പോഴും ഒറ്റപ്പെടുത്തൽ വന്ന ഒറ്റപ്പെട്ട പോലെയാണ് തോന്നുന്നത്. ആൻഡ് ദേ ഡോണ്ട് റെസ്പോണ്ട് ടു സോഷ്യൽ ക്യൂസ്. സാമൂഹികമായ വിളിയാളങ്ങൾക്കോ സാമൂഹികമായ സംഭവങ്ങൾക്കൊന്നും ഈ ഒരു ജനത, ഈ ഒരു തലമുറ ശ്രദ്ധ കൊടുക്കാറില്ല. ദേ മിസ് ദ സൗണ്ട് ഓഫ് നേച്ചർ. അവർക്ക് നേച്ചറിന്റെ ശബ്ദം പോലും എന്താണെന്ന് അറിയാനുള്ള കഴിവില്ല. ആൻഡ് അല്ലെങ്കിൽ ക്രൈ ഓഫ് ബേബി, ഒരു കുട്ടിയുടെ കരച്ചിൽ എങ്ങനെയാണെന്ന് അതിനെ അറിയാനുള്ള കഴിവ് അവർക്കില്ല. ആൻഡ് സോങ്സ് ഓഫ് ബേർഡ്സ്, അല്ലെങ്കിൽ പക്ഷികളുടെ പാട്ടുകൾ എങ്ങനെയാണെന്ന് അറിയാനും അവർക്ക് കഴിയുന്നില്ല. ദേ മിസ് ദ ബ്യൂട്ടി ഓഫ് ഔട്ടർ വേൾഡ്. പിന്നെ പുറമെ ലോകത്തിന്റെ സൗന്ദര്യം എത്ര വരെയുണ്ട് അതുപോലും അറിയാനും മനസ്സിലാക്കാനും അവർക്ക് കഴിയുന്നില്ല. ദ ഇയർഫോൺ ഡിസ്കണക്ട് ദം ഫ്രം ഔട്ടർ വേൾഡ്. പലപ്പോഴും പുറം ലോകത്തു നിന്നും അവരെ വിച്ഛേദിക്കപ്പെട്ട, അവരെ ബന്ധം ഇല്ലാതാക്കി മാറ്റിയത് എന്താണ്? അവർ കാതിൽ വെക്കുന്ന ആ ഒരു എന്താ പറയുക പിന്നെ ഇയർഫോണുകളാണ്. ആ ഇയർഫോണിലാണ് അവർക്ക് പുറം ലോകത്തെ കുറിച്ചുള്ള ആ ഒരു ബന്ധം, ആ ഒരു അറിവ് ഡിസ്കണക്ട് ചെയ്തത്. ഇത്രയുമാണ് ആ ഒരു ഭാഗം. നല്ല ഇമ്പോർട്ടൻ്റ് ഭാഗം തന്നെയാണ്, പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഓക്കെ, കഴിഞ്ഞ പോയിന്റ്സുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തത് 14th പോയിന്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ള ലെസൺ സമ്മറിയാണ്. ദി കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സമ്മറി, ഈ ലെസന്റെ പേര്. The new technology helps, enables and equips physically challenged and mentally retarded people. The new technology, ഇപ്പം നമ്മൾ ഇന്നൊക്കെ കാണുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ, അത് ശാരീരികമായിട്ടും മറ്റൊക്കെ ഹാൻഡിക്കേപ്ഡായ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹായം ഈ ഒരു പുതിയ ടെക്നോളജി കാരണമായിട്ടുണ്ടാവുന്നുണ്ട്. മാത്രമല്ല എനേബിൾസ് ആൻഡ് മെന്റലി റിട്ടാർഡ് പീപ്പിൾ, മാത്രമല്ല മാനസികമായി പ്രയാസമുള്ള ആളുകൾക്കും ഇന്ന് ഇത്തരം ടെക്നോളജി വലിയൊരു സഹായമാണ് ചെയ്തു കൊടുക്കുന്നത്, അല്ലേ? നമ്മളൊരു സാധാരണയിൽ നോക്കിയാൽ ഇത് ഈ കാര്യം മനസ്സിലാവും. ഇവിടെ ഗ്രീറ്റ എന്ന ഒരു പെൺകുട്ടിക്ക് അവൾ അച്ഛൻ കമ്പ്യൂട്ടറിൽ അദ്ദേഹം വിവിധ സോഫ്റ്റ്വെയറുകളും മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വീട് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു എന്താ പറയുക കൺസെപ്ച്വൽ ഫ്രൂട്ട്, ആ വീടിനകത്തുള്ള ടേബിളിൽ ബോൾസിലിരിക്കുന്ന ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഇവിടെ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ലെസന്റെ പേര് തന്നെ കൺസെപ്ച്വൽ ഫ്രൂട്ട്, സാങ്കല്പികമായ പഴം എന്നൊക്കെ വന്നിരിക്കുന്നത്. ദ ന്യൂ ടെക്നോളജി ഹെൽപ്സ്, enables and equips physically challenged and mentally retarded people. Greta's father entertains Greta by creating a Greta street, Greta's house with the fruits in every room. എല്ലാ റൂമിലും ഫ്രൂട്ട്സുകൾ വരെ സംവിധാനിച്ചിരിക്കുന്ന ഗ്രീറ്റയുടെ ഒരു വീട്, അതും ഗ്രീറ്റയുടെ സ്ട്രീറ്റ് എന്ന് അദ്ദേഹം തന്നെ ഈ കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പേരിട്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റിലാണ് അദ്ദേഹം ഈ ഒരു വീട് അദ്ദേഹം ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ഹി ഡെക്കറേറ്റ്സ് ഹെർ റൂം വിത്ത് തിങ്സ് ഓഫ് ഹെർ ചോയ്സ്. അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണോ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവളുടെ ഈ ഒരു റൂം അദ്ദേഹം അലങ്കരിക്കുകയാണ്. പീച്ചസ് ഇൻ ബ്ലൂ ബോൾസ് ആൻഡ് വൈറ്റ് കർട്ടൻസ്. പഴങ്ങൾ ബ്ലൂ ആയിട്ടുള്ള പാത്രത്തിൽ പഴങ്ങളുണ്ട്. ആൻഡ് വൈറ്റ് കർട്ടൻസ് ഒക്കെ വൈറ്റ് ആണ്.
The story proves that technology provides refreshments, relaxation, sense of achievement, confidence, happiness, satisfaction, and companionship to people like Greta. The story, ഈ ഒരു കഥ നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? The technology provides, നമുക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യ, ഇന്ന് ലോകത്തുള്ള സാങ്കേതിക വിദ്യ നമുക്ക് ലഭ്യമാക്കി തരുന്ന കാര്യങ്ങൾ, റിഫ്രഷ്മെന്റുകളുണ്ട്, ആൻഡ് റിലാക്സേഷൻസ്. നമ്മൾ ഒരു പലതരം ജോലികളോ അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദം വരുന്ന മറ്റു വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞ സമയത്ത് നമുക്കൊരു മനസ്സിന് ആശ്വാസം ലഭിക്കാനുള്ള ചില ഗെയിമുകളോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് സംവിധാനം ചെയ്തു തരുന്നുണ്ട്. സെൻസ് ഓഫ് അച്ചീവ്മെന്റ് മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സ്വയം നേടാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ബോധം നമ്മിൽ ആത്മവിശ്വാസം, സന്തോഷം, സംതൃപ്തി, കൂടാതെ മറ്റുള്ള ആളുകളുമായി ഗ്രീറ്റയെ പോലെയുള്ള അംഗവൈകല്യമൊക്കെ സംഭവിച്ച മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീറ്റയെ പോലെയുള്ള കുട്ടികളുമായിട്ടുള്ള ആ ഒരു കമ്പാനിയൻഷിപ്പ്, ആ ഒരു ചങ്ങാത്തം, അതൊക്കെ നമുക്ക് സാധ്യമാക്കി തരുന്നത് ഈ ഒരു ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് an additional boon to physically, mentally challenged people. ഇനി നമുക്ക് ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവർക്ക് അഡീഷണലായിട്ട് ലഭിച്ച ഒരു വരദാനം തന്നെയാണ്, ബൂണാണ് അവർക്ക് ഇത്തരം ടെക്നോളജി എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ലെസന്റെ ഭാഗമായിട്ടുള്ള വർക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ.